ഏറ്റവും പ്രിയപ്പെട്ടവർ, ഒരു പുതിയ വർഷത്തിന്റെ ആദ്യ മാസം നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മുടെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങുമ്പോൾ കർത്താവ് തന്ന വചനം ഇതാണ്. പുതുവർഷത്തില് ഈശോ എനിക്ക് തന്ന വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 8 മുതലുള്ള വചനങ്ങളാണ്. 49 അധ്യായം 8 മുതലുള്ള വചനങ്ങളാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, പ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. രാജ്യം സ്ഥാപിക്കാനും ശൂന്യമായ അവകാശ ഭൂമി പുനർവിഭജനം ചെയ്തു കൊടുക്കാനും ഞാൻ നിന്നെ സംരക്ഷിച്ച് ജനത്തിന് ഉടമ്പടിയായി നൽകിയിരിക്കുന്നു. പിന്നെ താഴോട്ട് ദൈവം ചെയ്യുന്ന ഒരു സ്വാതന്ത്ര്യത്തിന്റെ, ഒരു വലിയ ബ്ലെസ്സിങ്ങിന്റെ വചനങ്ങളാണ് നമ്മൾ താഴോട്ട് മുഴുവനായിട്ട് കാണുക. അതായത് പ്രവാസത്തിലോട്ട് പോയ ജനം സ്വന്തം സ്ഥലത്തേക്ക് തിരിച്ചു വരുന്നതിന്റെ ഒരു തിരിച്ചുവരവിൽ ദൈവം അവർക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വചനമാണ് ഈ പുതുവർഷത്തിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തില് തന്ന വചനമത. അവിടെ 10ാമത്തെ വചനം ഇതാണ്: അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 10ാമത്തെ വചനം അതാണ്. അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല, ചുടുകാറ്റോ വെയിലോ അവരെ തളർത്തുകയില്ല. അപ്പൊ നമ്മളൊരു കാര്യം അറിയേണ്ടതുണ്ട്. വിശപ്പുണ്ടാകും, ദാഹം ഉണ്ടാകും, വലിയ കാറ്റുണ്ടാകും, വെയിലുണ്ടാകും. കർത്താവ് ഒരു കാര്യം പറയുകയാണ്, തിരിച്ചു വരുന്ന ജനത്തോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ വിശപ്പുണ്ടാകാം, ദാഹമുണ്ടാകാം, പക്ഷേ അതൊന്നും നിന്നെ തൊടുകയില്ല. വെയിലോ ചൂടോ അവിടെ ഉണ്ട്, അതൊന്നും മാറിപ്പോകുന്നില്ല, അതൊന്നും നിന്നെ തളർത്തുകയില്ല. അതിനൊറ്റ കാരണമേ ഉള്ളൂ. എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ ദയയുള്ളവൻ അവരെ നയിക്കും. കർത്താവിന്റെ വചനം വന്ന്, അവരുടെ മേൽ ദയയുള്ളവൻ അവരെ നയിക്കും, നീർച്ചാലുകൾക്ക് അരികിലൂടെ അവരെ അവൻ കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ 2025 പ്രതീക്ഷിച്ച് നമ്മൾ ഇതിലേക്ക് പ്രവേശിച്ച് ഈ 3 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 2025 നിരപ്പുള്ള വഴികളിലേക്ക് മാത്രമാണ് നീ പോകുന്നതെന്ന് ഒരിക്കലും നീ ചിന്തിക്കരുത്. നിന്റെ മുൻപിലുള്ള എല്ലാ കാര്യങ്ങളും നിനക്ക് നഷ്ടമാകുമെന്നും നീ വിചാരിക്കരുത്. എന്നാൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്: എല്ലാ പ്രതിസന്ധികളും നിന്റെ മുമ്പിലുണ്ടെങ്കിലും അതൊന്നും നിന്നെ തൊടാത്ത വിധത്തിൽ നിന്റെ കർത്താവ് നിന്നെ നയിക്കും. അതാണ് കർത്താവിനോട് പറയുന്ന ഒരു വചനം. ഈ പുതുവർഷത്തിൽ ദൈവം നിനക്ക് തരുന്ന വചനവത. കഴിഞ്ഞ ദിവസം ഒരാള് എൻ്റെ കൈ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഈ പുതുവർഷം തകർച്ചയുടെ, സങ്കടത്തിന്റെ, കണ്ണുനീരിന്റെ മാത്രം ഒരു വേദനയിലൂടെയാണ് ഞാൻ ആരംഭിച്ചിരിക്കുന്നത്. ഒരാൾ പറഞ്ഞു, പുതുവർഷം പ്രഭാതം ഞാൻ എഴുന്നേറ്റപ്പോ ഞാൻ കേൾക്കുന്നത് എൻ്റെ ഏറ്റവും അടുത്ത റിലേഷനുള്ള ഒരാള് രാവിലെ വീട്ടിൽ കത്തിക്കരിഞ്ഞിരിക്കുന്നതായിട്ടാണ് എനിക്ക് മെസ്സേജ് വരുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തില് എൻ്റെ മുമ്പിൽ പ്രതിസന്ധികള്, പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ 2025 തുടങ്ങിയപ്പോൾ എനിക്ക് ഇത് രണ്ടുപേരും രണ്ടായിട്ട് സംസാരിക്കുക. പക്ഷെ ഈശോ പറയുകയാണ്, നിന്നോട് ദയയുള്ളവൻ ഇതിന് മുകളിലൂടെ എല്ലാം കടന്നു പോകാൻ നിന്നെ സഹായിക്കും, അവൻ നിന്നെ നയിക്കും. ഒരടുത്ത വചനം ഇതാണ്: നീർച്ചാലുകൾക്കല്ലോ. അപ്പൊ ദാഹം ഉണ്ട്, ഉറപ്പാ. ആ ദാഹം ശമിപ്പിക്കാൻ നീർച്ചാലരികിലൂടെ അവരെ കൊണ്ടുപോകും. അടുത്ത വചനം ഇതാ: മലകളെ ഞാൻ വഴിയാക്കി മാറ്റും. കർത്താവ് പറയാണ്, അപ്പൊ മലയുണ്ട് നിന്റെ മുമ്പില്. ഈ മല നിനക്ക് കടന്നു പോകാൻ പറ്റുന്ന ഒരു വഴിയാക്കി ദൈവം മാറ്റിത്തരും. ആ മല അവിടെ തകർക്കപ്പെട്ട് വീഴും എന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. പക്ഷെ മലയിൽ ഒരു വഴി നിനക്ക് വേണ്ടി ഈശോ ഒരുക്കും. വീണ്ടും വചനം പറയാണ്, രാജവീഥികൾ ഉയർത്തും. അങ്ങ് ദൂരെ നിന്നും വടക്കു നിന്നും പടിഞ്ഞാറ് നിന്നും സിയോൻ ദേശത്തു നിന്നും അവൻ വരും. ആകാശമേ ആനന്ദഗാനം ആലപിക്കുക, ഭൂമിയെ ആർത്തു വിളിക്കുക, മലകളെ ആർത്തു പാടുക. കർത്താവ് തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. ദുരിതം അനുഭവിക്കുന്ന തന്റെ ജനത്തോട് അവിടുന്ന് വലിയ കരുണ കാണിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഈ 2025 ഞാനും നിങ്ങളും കടന്നു പോകേണ്ട വഴികൾ ചിലപ്പോൾ മലയുള്ളതായിരിക്കാം. വലിയ ദാഹത്തിന്റെയും വിശപ്പിന്റെയും വഴികളിലൂടെ പോകേണ്ടി വരാം. വെയിലും ചൂടും അനുഭവിക്കുന്ന വഴിയിലൂടെ യാത്ര ചെയ്യേണ്ടി വരാം. അതെല്ലാം വലിയ സത്യങ്ങളാണ്. എന്നാൽ ഈശോ നമ്മോട് പറയുകയാണ്, നിനക്ക് കടന്നു പോകാനുള്ള വഴി തുറക്കാൻ നിന്നോട് ദയയുള്ളവൻ നിന്നെ നയിക്കും. അപ്പൊ നമ്മൾ ഈ പുതുവർഷത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഈശോ നമ്മളെ നയിക്കാൻ വേണ്ടിയാണ്. ഈശോയുടെ വഴിയിലൂടെ ഈശോനെ നയിക്കണം. ഈ മല ഞാൻ കടന്നു പോകണ്ട, എനിക്ക് മല വേണ്ടെന്നാണ് പലപ്പോഴും പ്രാർത്ഥിക്കുക.
പക്ഷെ എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്, നമ്മൾ കേൾക്കുന്ന എല്ലാ പ്രാർത്ഥനകളും എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയാണ്. ഈ പുതുവർഷത്തിൽ ഈശോ പറയുകയാണ്, എൻ്റെ ഇഷ്ടം നടക്കാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ നിന്റെ മുമ്പിലെ മലകളിൽ ഒരു വഴി ഞാൻ ഒരുക്കും. നിന്റെ മുൻപിലെ വിശപ്പിന് മുമ്പിൽ അത് നിനക്ക് അനുഭവിക്കാൻ പറ്റാത്ത, വിശപ്പ് തോന്നാത്തൊരവസ്ഥയിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. അതെങ്ങനെയാ? അടുത്ത വചനമാണ്. കർത്താവിന് വേണ്ടി നീ കാത്തിരുന്ന. അടുത്ത വചനം 49 അധ്യായം 24 വചനം ഇതാണ്. ശക്തനിൽ നിന്ന് ഇരയെയോ, കർത്താവിന്റെ ഒരു വചനമാണ്. സ്വേച്ഛാധിപതിയിൽ നിന്ന് അടിമകളെയോ വിടുവിക്കാൻ കഴിയുമോ? ഒരു ചോദ്യമാണ്. ദൈവം ചോദിക്കുകയാണ്, ശക്തനായ ഒരുവനിൽ നിന്ന്, സിംഹത്തിൽ നിന്ന് ഇരയെയോ, സ്വേച്ഛാധിപതിയിൽ നിന്ന്, അടിമകളാക്കി വെച്ചിരിക്കുന്ന സ്വേച്ഛാധിപതിയിൽ നിന്ന് അടിമകളെ വിടുവിക്കാൻ കഴിയുമോ? എന്നിട്ട് കർത്താവ് തന്നെ ഉത്തരം തരികയാണ്, കഴിയും. കർത്താവ് അരുളി ചെയ്യുന്നു, ശക്തനിൽ നിന്ന് അടിമകളെ വിടുവിക്കും, സ്വേച്ഛാധിപതിയിൽ നിന്ന് ഇരയെ രക്ഷിക്കുകയും ചെയ്യും. എന്നിട്ട് അടുത്ത വചനമാണ്. ശ്രദ്ധിക്കേണ്ട ചില വചനങ്ങളുണ്ട്. എന്തെന്നാൽ നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വലിയൊരു വചനമാണ് കർത്താവ് ഈ പുതുവർഷത്തിൽ നമുക്കായി ദൈവം നൽകിയിരിക്കുക. അപ്പോൾ ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അമുക്കുന്ന, ഞെരുക്കുന്ന ശക്തനായവർ നമ്മുടെ മുമ്പിൽ വരാം. നമ്മളെ വിഴുങ്ങിക്കളയുന്ന ചില സ്വേച്ഛാധിപതികളുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവാം. പക്ഷെ ഈശോ നമ്മളോട് പറയുന്ന ഈ വചനത്തിൽ നമ്മളോട് പറയുകയാണ്, ഇതെല്ലാം അസാധ്യമെന്ന് തോന്നും, പക്ഷേ എനിക്കിതെല്ലാം സാധിക്കും. നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടും. കർത്താവ് പറയാണ്, നിന്റെ മക്കളെ ഞാൻ രക്ഷിക്കും. അതുകൊണ്ട് ഈ പുതുവർഷം നമ്മൾ ചേർത്തു പിടിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വലിയ ശക്തിയാണ്, ദൈവത്തെയാണ്. ദൈവത്തെ നമ്മൾ കൂട്ടിപ്പിടിക്കാൻ പോവുകയാണ്. നമ്മുടെ മുമ്പിലോട്ട് വരാൻ പോകുന്ന ഒരു മലയും ഇനി വരരുത്, ഒരു പ്രതിസന്ധി ഉണ്ടാകരുത് എന്നല്ല. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന, കർത്താവെ ഈ മലയിൽ ഒരു വഴി ഒരുക്കാൻ പറ്റുന്ന നിന്നെ ഞാൻ കാത്തിരിക്കുകയാണ്. അതാണ് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു നിമിഷം കൂടി നമ്മുടെ ഈ 2025 ഇനിയുള്ള ഓരോ ദിവസങ്ങൾ, ഒരുപക്ഷെ നിങ്ങളിപ്പോൾ അവസ്ഥയിലായിരിക്കുന്നോ, അവസ്ഥകളെല്ലാം നമുക്ക് സമർപ്പിക്കാം. ചില രോഗത്തിന്റെ പീഡകളായിരിക്കാം, മരണത്തിന്റെ വക്കിലായിരിക്കാം, തകർച്ചയുടെ വക്കിലായിരിക്കാം, എല്ലാ പരാജയങ്ങളും ഏറ്റുവാങ്ങിയ വ്യക്തിയായിരിക്കാം, മുമ്പിൽ ഒരു വഴിയില്ലാതെ കരയുന്ന വ്യക്തിയായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, അത് മുഴുവൻ ഈശോയുടെ പക്കലേക്ക് വെച്ച് ഒരിക്കൽ കൂടി നമ്മൾ ഈശോയെ ഒന്ന് സ്തുതിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ വലിയ കൂട്ട്, ദൈവത്തിന്റെ വലിയ ഇടപെടൽ മാത്രം ഈ പുതുവർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ ആരാധന യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 പിതാവേ അപ്പാ അപ്പാ ഹല്ലേലൂയ 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 യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വലിയ കൃപയും നിറവും ഉണ്ടാകാൻ ആഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശ്വാസമാകുന്ന വലിയ ബലത്തിൽ ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ
സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡിസംബർ മാസം 31-ാം തീയതി വൈകുന്നേരം 9 മണിക്ക് എനിക്കൊരു മെസ്സേജ് കിട്ടുന്നത് ഇപ്രകാരമാണ്. ഇങ്ങനെ മെസ്സേജ് എനിക്ക് ഒത്തിരി നാളായിട്ട് പരിചയമുള്ള ഒരു ചേച്ചിയുടെ മെസ്സേജാണ്. ചേച്ചി എനിക്ക് പുതുവർഷം വിഷ് ചെയ്തിരിക്കുകയാണ്. സിസ്റ്റർ ആൻമരിയ എല്ലാ അനുഗ്രഹങ്ങളും വിശ്വ തരട്ടെ, പുതുവർഷത്തിന്റെ ആശംസകൾ നേരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, കഴിഞ്ഞൊരു വർഷക്കാലം മുഴുവൻ ഒത്തിരി കണ്ണുനീരായിരുന്നു കേട്ടോ സിസ്റ്ററെ. എന്റെ ജീവിതത്തിന്റെ കണ്ണുനീര് ഒരുപക്ഷെ എന്റെ മരണത്തിന്റെ സമയത്തെ തീരുവോളെന്ന് എനിക്കറിയാം. പക്ഷേ ഈ കണ്ണുനീരിനിടയിലും ഞാൻ എപ്പോഴും പിടിച്ചു നിൽക്കുന്ന എന്തിനെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, സിസ്റ്റർ ഞാൻ എപ്പം മെസ്സേജ് ഇട്ടാൽ സിസ്റ്റർ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ചേച്ചി ഈശോ കൂടെയുണ്ട്. ഈ ഒരു സെന്റൻസ് എന്റെ ജീവിതത്തിൽ, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് 24 വർഷമായി, 23 വയസ്സുള്ള കട്ടിലിൽ മാത്രം കിടക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, വേറൊരു കുഞ്ഞില്ല. ഈ പെൺകുട്ടിയെ എടുക്കണം, കുളിപ്പിക്കണം, ഭക്ഷണം കൊടുക്കണം, അവളൊന്ന് ചിരിച്ചു പോലും നമ്മളെ ചൊവ്വേന്നേരം കാണിക്കില്ല. പക്ഷെ ഇവളെ നോക്കണം, ഇവളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം, ജീവിതത്തിൽ സന്തോഷിക്കാൻ ഒന്നുമില്ല. കല്യാണം കഴിഞ്ഞ് പിന്നത്തെ വർഷം കുഞ്ഞായി, പിന്നീട് ഒരു കുഞ്ഞില്ല. അപ്പൊ ഈ കുഞ്ഞുമായുള്ള ജീവിതത്തിന്റെ ഈ 23 വർഷങ്ങൾ പിന്നിട്ട് പുതിയൊരു പുതുവർഷത്തിലേക്ക് ആ സ്ത്രീ പ്രവേശിക്കുമ്പോ ആ സ്ത്രീ എന്നോട് പറയുകയാണ്, സിസ്റ്ററെ എപ്പോഴും എന്നോട് പറയല്ലേ ചേച്ചി ഈശോ കൂടെയുണ്ടെന്ന്. അതുകൊണ്ട് ഈ പുതുവർഷവും ഞാൻ ആ ധൈര്യത്തോടെ കാലെടുത്ത് വെക്കുകയാണ്. പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, തൻ്റെ മുമ്പിലെ മലയിൽ ഒരു വഴിയൊരുക്കാൻ കൈ പിടിക്കുന്ന ഒരു ഈശോയെ ആ ചേച്ചി കണ്ടിട്ടുണ്ട്. പുതിയ വർഷത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ആഗ്രഹിക്കുന്നതാണ്. ഓരോ ദിവസവും ചിലപ്പോൾ ചേച്ചി ചിന്തിക്കുമായിരിക്കും, എപ്പോഴാ എൻ്റെ കൊച്ചൊന്ന് സൗഖ്യം പ്രാപിക്കുന്നു, എൻ്റെ മോൾ എപ്പോഴാ ഒന്ന് വർത്തമാനം പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അമ്മ മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, സിസ്റ്ററെ എൻ്റെ കുഞ്ഞിന്റെ വേദന കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല, എൻ്റെ കുഞ്ഞിന് എന്തേ ഈശോ സൗഖ്യപ്പെടുത്താൻ താമസിക്കുന്നത്. അമ്മയുടെ കണ്ണുനീരാണ്. പഠിക്കാൻ പറ്റുന്നില്ല കൊച്ചിന്, ഉറങ്ങാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല. കുഞ്ഞ് ഒരു 13 വയസ്സുള്ള കുഞ്ഞ് കിളവിയെ പോലെ വളഞ്ഞു നടക്കുക. അത് കാണുമ്പോ അമ്മയുടെ ചങ്കു പൊട്ടുക. അപ്പൊ അമ്മ ഇങ്ങനെ ചോദിക്കുകയാണ്, സിസ്റ്ററെ എന്റെ ഈശോ എന്റെ കൊച്ചിനെ സുഖപ്പെടുത്താൻ വൈകുന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോ വർഷത്തിന്റെയും ആരംഭത്തിൽ ചിലപ്പോൾ ഞാൻ നിങ്ങളും ആഗ്രഹിക്കുക കുന്നോളം നമ്മുടെ ഇഷ്ടങ്ങളുടെ സാധ്യതകളുടെ ബ്ലെസ്സിങ് ചേർന്നായിരിക്കും നമ്മൾ ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുക. എന്നാൽ ഈശോ പറയുകയാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാനാണ് നിന്നെ നയിക്കാൻ പോകും. അപ്പോൾ ഈ പുതുവർഷം കർത്താവ് തരുന്നൊരു വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം കർത്താവിന്റെ ഒരു വചനമാണ്. പ്രകാശ് 50-ാം അധ്യായം വചനം ഭാഗം ഞാൻ പെട്ടെന്ന് നിങ്ങളോടൊന്ന് കാണിച്ചു തരാം. 10-ാമത്തെ വചനം ഇതാണ്: നിങ്ങളിൽ ആരാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ ദാസന്റെ വാക്ക് അനുസരിക്കുകയും ചെയ്യുന്നവൻ? ഇതാണ് ഒരു ചോദ്യം ചോദിക്കുക. നിങ്ങളിൽ ആരാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ ദാസന്റെ വാക്ക് അനുസരിക്കുകയും ചെയ്യുന്നത്? അന്ന് ഉത്തരം അപ്പൊ തന്നെ അടുത്ത വചനമാണ്. അടുത്ത വചനം 11-ാമത്തെ വചനം പറയാണ്, പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നു. ശ്രദ്ധിച്ച് കേൾക്കേണ്ട വചനമാണ്. പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നിട്ടും കർത്താവിന്റെ നാമത്തിൽ ആശ്രയിക്കുകയും തന്റെ ദൈവത്തിൽ അഭയം തേടുകയും ചെയ്യുന്നവൻ തന്നെ. 2 കാര്യങ്ങൾ. കർത്താവ് ഒരു ചോദ്യം ചോദിക്കുകയാണ് നമ്മളോട്. നിങ്ങളിൽ ആരാണ് കർത്താവിനെ ഭയപ്പെടുന്നവൻ? ആരാണ് ദൈവത്തെ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നവൻ? അടുത്ത വചനം, അവിടുത്തെ പുത്രനായ കർത്താവിന്റെ ദാസനായ യേശു ക്രിസ്തുവിനെ അനുസരിക്കുന്നവൻ ആരാണ്? 2 കാര്യങ്ങളാണ് വചനത്തിൽ ചോദിക്കുന്നത്. ആരാണ് ദൈവത്തെ ഭയപ്പെടുന്നത്? ആരാണ് അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനെ അനുസരിക്കുന്നത്? അടുത്ത വചനം അപ്പൊ തന്നെ പറയുകയാണ്, പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടക്കാൻ എളുപ്പമല്ല. എന്നാൽ കർത്താവ് തന്നിൽ ആശ്രയിക്കുന്നവൻ ആരെന്ന് അടിവരയിട്ട് ഡെഫിനിഷൻ നൽകുകയാണ്. പ്രകാശമില്ലാഞ്ഞിട്ടും അന്ധകാരത്തിൽ നടന്നിട്ടും കർത്താവിന്റെ നാമത്തിൽ ആശ്രയിക്കുകയും തൻ്റെ ദൈവത്തിൽ അഭയം തേടുകയും ചെയ്യുന്നവനാണ് ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുന്നവൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ,
കർത്താവ് നമ്മളോട് ഇന്ന് തരുന്ന ഈ വചനം നമ്മൾ നമ്മുടെ ഹൃദയത്തോട് ഈ പുതുവർഷത്തിൽ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന വെള്ളിയാഴ്ചയിൽ പങ്കെടുക്കുന്ന മക്കളോടെല്ലാം എനിക്ക് പറയാനുള്ള കാര്യം, നീ ദൈവത്തെ ഭയപ്പെടുന്നവനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ മുമ്പിലെ അന്ധകാരത്തിൽ പ്രകാശമില്ലാഞ്ഞിട്ടും നിനക്ക് നടക്കാൻ പറ്റാൻ നിനക്ക് സാധിക്കണം. രണ്ടാമത്തെ കാര്യം കർത്താവ് പറയുകയാണ്, കർത്താവിന്റെ നാമത്തിൽ ആശ്രയിച്ച് അവനിൽ അഭയം തേടുക. അപ്പോൾ അന്ധകാരത്തിൽ നിന്ന് അന്ധകാരമില്ലാത്തപ്പോ പ്രകാശത്തിലൂടെ നടക്കുന്നെന്ന് പറഞ്ഞാൽ എനിക്കൊരു കൈത്താങ്ങില്ലാതെ എന്റെ മുമ്പിലെ ഇരുട്ടിൽ നടക്കാൻ പറ്റില്ല. അപ്പോൾ നീ ആരുടെ കൈ പിടിക്കണം? ഈശോയുടെ കൈ പിടിക്കണം. അന്ധകാരത്തിൽ നീ നടക്കണം, നീ നിൽക്കേണ്ടവനല്ല. നിന്റെ മുമ്പിലെ അന്ധകാരത്തിൽ നീ നടക്കേണ്ടവനാണ്, നീ നിൽക്കേണ്ടവനല്ല, നീ സ്റ്റോപ്പ് ചെയ്യേണ്ടവനല്ല. നിന്റെ മുമ്പിൽ നാളെയും അന്ധകാരമാണെന്ന് വിചാരിച്ച് തീർക്കേണ്ടതല്ല. ഇന്നലെ ഒരു ഫാമിലിയുമായി ഞാൻ സംസാരിക്കണ ഫാമിലിയിൽ ആ ഭാര്യ പറയാണ്, എന്നാ ഞാനങ്ങ് തീർന്നേക്കാം, ഞാനാണല്ലോ പ്രശ്നം, ഞാനങ്ങ് തീർന്നേക്കാം. അങ്ങനെ തീർക്കാനല്ല മണിക്കൂറുകൾ ചെലവഴിച്ച് നമ്മൾ സംസാരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ അന്ധകാരത്തിൽ നീ സ്റ്റോപ്പ് ചെയ്യാനുള്ളവനല്ല. നിന്റെ മുൻപിൽ പ്രകാശമായ ഈശോ ഉണ്ട്. അതാണ് നമ്മൾ കാണാൻ പോകുന്ന ഇന്നത്തെ വചന ശുശ്രൂഷ പ്രധാനപ്പെട്ട ഭാഗം. നമുക്കെല്ലാം അറിയാം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വചനം ഈശോ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവർ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 10-11 എടുത്തു വെച്ചിട്ട് യോഹന്നാൻ 8:12 നമ്മൾ കടന്നു വരുമ്പോൾ ഈശോ തന്നെ പറയാൻ, ഞാനാണ് ലോകത്തിന്റെ പ്രകാശം, എന്നെ അനുഗമിക്കുന്ന ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ വെളിച്ചമുണ്ടായിരിക്കും. ജീവിതത്തിന്റെ അന്ധകാരത്തിന്റെ നടുവിൽ യേശുവാകുന്ന പ്രകാശത്തിലൂടെ നടക്കണം. മുമ്പിൽ ഒന്നും ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ, മുമ്പിൽ ഒന്നും ഉണ്ടാവില്ല. വലിയ കുഴി മാത്രം നീ കാണുമ്പോഴും നിനക്ക് നടക്കാൻ പറ്റണമെങ്കിൽ ഈശോയാകുന്ന പ്രകാശത്തിലേക്ക് നീ കടന്നു വരണം. ഈശോയാകണം നിനക്ക്, ഈശോയെ തേടണം നീ, ഈശോ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കണം. എന്താ കാര്യം മുഴുവൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാനും നിങ്ങളും ഒരുപാട് അന്ധകാരത്തിൽ നടക്കേണ്ടതായിട്ട് കടന്നു വരാറുണ്ട്. പ്രധാനമായിട്ടും പല കൺഫ്യൂഷൻസ് ഉണ്ടാകാം, ചില സ്ട്രഗിളുകൾ ഉണ്ടാവാം, ഒരവസാനമില്ലാത്ത സഹനങ്ങൾ ഉണ്ടാവാം, അവസാനമില്ലാത്ത ഇരുട്ടുകൾ നമുക്കുണ്ടാകാം. ഇവിടെ എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന പോലെ നമുക്ക് തോന്നാം, ചിലപ്പോൾ നമുക്ക് ഭയപ്പാടുണ്ടാവാം. എന്നാൽ ഞാൻ ഈശോയെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇരുട്ടിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും രക്ഷകനായ യേശുക്രിസ്തുവിന്റെ പ്രകാശത്തിൽ നടക്കുക എന്നുള്ളതാണ്. അതായത് ഈശോ എനിക്കും നിങ്ങൾക്കും ഈ ഇരുട്ടിൽ, ഈ പുതിയ വർഷത്തിൽ ഈശോ എന്നോട് നിങ്ങളോടും പറയാണ്, അവന്റെ കൈ പിടിച്ചാൽ അവൻ നിനക്കൊരു ക്ലാരിറ്റി നൽകും, അവൻ നിനക്കൊരു ഹോപ്പ് നൽകും, അവൻ നിന്റെ ജീവിതത്തെ ഡയറക്റ്റ് ചെയ്യും. നിന്റെ ജീവിതത്തിന്റെ ഇരുളടഞ്ഞ മേഖലയിൽ അവൻ നിന്നെ ഡയറക്റ്റ് ചെയ്യും. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണാനിടയായി. ഗിന്നസ് ബുക്കിലെ സ്ഥാനം പിടിക്കാനായിട്ട് പെൺകുട്ടികള് 16 കിലോമീറ്ററുകൾ 14 മണിക്കൂറുകൾ കൊണ്ട് ഒരു പെൺകുട്ടി നീന്തി സമുദ്രത്തിൽ നീന്തി അക്കരെ എത്തി അവൾ ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിച്ചു. അപ്പൊ ഇത് കണ്ടപ്പോ വേറൊരു പെണ്ണിന് ഭയങ്കര ആഗ്രഹമായി, എനിക്ക് ഇവളെ വിൻ ചെയ്യും, ഇവളെക്കാൾ കൂടുതലായിട്ട് എനിക്ക് ഇവളെ വിൻ ചെയ്യണം. അതുകൊണ്ട് അവൾ ആഗ്രഹിച്ച് അവള് പരിശ്രമിക്കുകയാണ്. അപ്പോൾ 14 മണിക്കൂറാണ് ഈ സ്ത്രീ, ഈ ആദ്യത്തെ പെൺകുട്ടി പോയതെങ്കിൽ ഇവൾ ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ കുറഞ്ഞാൽ ഇവൾക്ക് ഇവളെ വിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇവളെ തന്റെ ശരീരം മുഴുവൻ ഗ്രീസ് പരട്ടിയിട്ട് ഇവൾ സമുദ്രത്തിലേക്ക് എടുത്തു ചാടുകയാണ്. സമുദ്രത്തിലേക്ക് എടുത്തു ചാടി ഇവൾ നീന്തി തുടങ്ങി. അപ്പോൾ ഇവളെ രാത്രി 14 മണിക്കൂർ ദിവസം വൈകുന്നേരമാകും. സമുദ്രത്തിന്റെ അങ്ങ് അഗാധങ്ങളിലൂടെ നീങ്ങി പോകുന്ന സമയത്ത് ഇവളെ വഴി നയിക്കാനായി ഒരു ബോട്ടിൽ ലൈറ്റിൽ കുറെ ആളുകൾ വരും. പക്ഷെ കുറെ നീന്തി കഴിയുമ്പോൾ മടുക്കും. അപ്പൊ ഇവളിങ്ങനെ കമന്ന് കിടന്ന് കുറഞ്ഞ റെസ്റ്റ് എടുക്കും, വീണ്ടും ഇവള് നീന്തുക. അങ്ങനെ കുറെ നീന്തി കഴിഞ്ഞപ്പോ കടലിന്റെ നടുവില് ഒത്തിരി ചുമന്ന കളർ കാണുകയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ജെല്ലി ഫിഷുകളാണ്. ഈ കടലിന്റെ നടുവിൽ നിറച്ച് ജെല്ലി ഫിഷുകളാണ്. ഇവിടെ ഈ ജെല്ലി ഫിഷുകള് ഇവൾക്കിടയിലൂടെ ഇവള് നീന്തുവാണ്. ഇതിനെ അതിജീവിച്ച് ഇവള് നീന്തുമ്പോ ജെല്ലി ഫിഷിന്റെ ഈ ഓരോന്ന് ഇവളെ ശരീരത്തിൽ തൊടുമ്പോൾ ഇവക്ക് ഒത്തിരി നീറുവാണ്, വേദനിക്കണം. പക്ഷെ ഇവൾ അതിനെ ഒന്നും പരിഗണിക്കുന്നില്ല, ഇവള് വീണ്ടും നീന്തുകയാണ്. കാരണം ഇവളുടെ ലക്ഷ്യം ഈ കിലോമീറ്ററുകൾ കടന്ന് അക്കരെ എത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇവള് വീണ്ടും നീന്തുകയാണ്. അങ്ങനെ ഈ ജെല്ലി ഫിഷുകളെ മറികടന്ന് പോയി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഇവൾക്ക് മനസ്സിലായി, കിലോമീറ്ററുകൾ മുന്നോട്ട് പോയി 9 കിലോമീറ്റർ ആയി. അപ്പോൾ ഇവളെ വഴികാട്ടി വന്ന ബോട്ട് ഇവൾക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു.
അപ്പോൾ ഇവൾ ഏത് ഡയറക്ഷനിൽ എത്തണമെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അവൾ വീണ്ടും നീന്തുകയാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിൽ ഭയമുണ്ട്, ഭാരമുണ്ട്. പക്ഷെ അവളുടെ ലക്ഷ്യം എന്ന് പറയുക അവിടെ എത്തുക എന്നുള്ളതാണ്. അവൾക്ക് വിൻ ചെയ്യണമെന്ന് അവളുടെ ആഗ്രഹമാണ്. അപ്പോൾ അവൾ വീണ്ടും നീന്തുകയാണ്. അപ്പോൾ അവൾ കാണും, ഇവൾക്ക് ലൈറ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് അനേകം ജനങ്ങൾ സമുദ്രത്തിന്റെ അക്കരെ നിൽക്കുന്ന ഇവൾ കാണുകയാണ്. ഇവൾ വീണ്ടും നീന്തി നീന്തി അവിടെ എത്തി. 13 മണിക്കൂറുകൾ കൊണ്ട് ഇത്രയും കിലോമീറ്ററുകൾ നീന്തി അവൾ അക്കരെ എത്തുന്നത് നമ്മൾ അവിടെ കാണുന്നു. അപ്പൊ ഞാൻ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, അവളുടെ മുൻപിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വന്നു, ഒത്തിരി പ്രശ്നങ്ങൾ. അവൾ അതിനെ ഒരു ഫെയ്ത്ത് ലെവലിൽ കണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഒന്നും അത് പരാമർശിക്കുന്നതായിട്ട് കാണുന്നില്ല. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഹോപ്പ് നഷ്ടപ്പെടും, ഒരു ക്ലാരിറ്റി ഇല്ല, ഒരു ഡയറക്ഷൻ തരാൻ ആരും ഇല്ലാത്തപ്പോൾ നമുക്ക് തോന്നും. പക്ഷെ ഈശോ പറയുകയാ, ഞാനാണ് ലോകത്തിന്റെ പ്രകാശം. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ വെളിച്ചമുണ്ട്. അപ്പോൾ എന്റെ മുമ്പിലെ അന്ധകാരം എനിക്ക് ഒരിക്കലും അന്ധകാരമായി മാറുന്നില്ല, മറിച്ച് ജീവനായ ഈശോ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പ്രകാശം തരും. ചിലപ്പോൾ ചില മക്കള് സങ്കടങ്ങൾ, നിരാശകളിൽപ്പെട്ട് അവരോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം അവരുടെ മനസ്സ് താഴെ കിടക്കുക. ഡിപ്രഷനിലോട്ട് പോകുന്ന മക്കള് മുമ്പിൽ ഒരു പ്രതീക്ഷയില്ലാതെ വരുമ്പോ അവര് പറയുവാണ്, ഞാൻ തകർന്നു നിൽക്കുവാണ്, എനിക്കറിയില്ല. പക്ഷെ ഈശോ പറയാണ്, നീ തകരേണ്ടവളല്ല, നീ തകരേണ്ടവനല്ല, മറിച്ച് നിന്റെ പ്രകാശമായി ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ ഒരു റിയാലിറ്റി തിരിച്ചറിയുക, അന്ധകാരത്തിൽ നീയും ഞാനും നടന്നിരിക്കും. അത് വലിയൊരു സത്യമാണ്. ഞാനിന്ന് ഈ ഈശോയെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അന്ധകാരത്തിൽ നീ നടന്നിരിക്കും. കാരണം നമ്മൾ കാണുന്നതാണ് സങ്കീർത്തനം 23-ാം അധ്യായത്തിൽ നമുക്കെല്ലാം അറിയാവുന്ന വചനമാണ്, കർത്താവാണ് എന്റെ ഇടയൻ, സങ്കീർത്തകൻ പറയുന്നുണ്ട്. അന്നേരം സങ്കീർത്തകൻ പറയാണ് 23-ാം അധ്യായം 4-ാം വചനം, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും. ശ്രദ്ധിക്കുന്ന ഒരു വചനം നമുക്കെല്ലാം അറിയാം, ബൈഹാർട്ട് അറിയാവുന്ന ഒരു വചനഭാഗമാണ്. 23-ാം അധ്യായം 4-ാം വചനം പറയാണ്, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്, നിന്റെ മുമ്പില് എത്ര വലിയ നിഴൽ വീണ അവസ്ഥയിലൂടെയാണെങ്കിലും നീ എന്ത് ചെയ്യും? നീ കർത്താവിനെ നീ ആശ്രയിക്കുകയാണ്, നീ ഭയപ്പെടുകയില്ല. നിന്റെ ജീവിതത്തില് നീ ഈ റിയാലിറ്റി നീ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നിന്റെ ലൈഫിൽ എപ്പോഴും ഒത്തിരി ഒത്തിരി ഈ ഡാർക്ക്നെസ് ഉണ്ടാകും, ഡബുട്ടും ഭയങ്കരമായ വേദനകളും ഭാരങ്ങളും എല്ലാം കടന്നു വരുമ്പോഴും സങ്കീർത്തകൻ ഈ വചനം നമ്മുടെ മനസ്സിൽ ഓർക്കുക, നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഞാൻ ഒരിക്കലും ഭയപ്പെടുകയില്ല. യോഹന്നാൻ 8:12, ഞാനാണ് ലോകത്തിന്റെ പ്രകാശം. ഇനി അതിലും അപ്പുറത്തേക്ക് യോഹന്നാൻ ശ്ലീഹ തന്റെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു സത്യം ഇതാണ്, ഞാനും നിങ്ങളും അന്ധകാരത്തിൽ നടക്കേണ്ടവരാണ്, നടക്കും. ആ അന്ധകാരം എൻ്റെ നിങ്ങളുടെ മുമ്പിലുണ്ട്, ആയിരിക്കുന്ന ലൈഫിൽ അന്ധകാരമുണ്ട്, സത്യമാണ്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുക, ദൈവത്തിന്റെ പ്രകാശമാണ് ഈ അന്ധകാരത്തിലെ എൻ്റെ ലൈറ്റ്. ദൈവത്തിന്റെ പ്രകാശമാണ് ഈ അന്ധകാരത്തിൽ എൻ്റെ ലൈറ്റ്. ഇപ്പോൾ ഈ ലൈറ്റ് എനിക്ക് കിട്ടണമെങ്കിൽ അതാണ് നമ്മൾ വചനം കേട്ടത്. ആരാണ് ദൈവത്തെ ഭയപ്പെടുന്നവൻ? ആരാണ് ദൈവത്തെ അനുസരിക്കുന്നവൻ? അന്ധകാരത്തിൽ നടക്കുന്നവനാണ് ദൈവത്തെ അനുസരിക്കുന്നവൻ. ദൈവത്തിന്റെ പ്രകാശത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, ദൈവത്തിൽ അഭയം തേടുന്നവൻ. നമ്മൾ ഈ പുതുവർഷം ദൈവത്തിൽ അങ്ങ് സറണ്ടർ ചെയ്യുക. ഈശോയെ, നിന്നെ കേൾക്കാൻ വേണ്ടി നീ എന്നെ ഒരുക്കണം. ഈശോയോട് പറയേണ്ട ഒരു കാര്യമാണ്, നിന്നെ കേൾക്കാൻ വേണ്ടി, നിന്റെ ഡയറക്ഷന് വേണ്ടി നീ എന്നെ ഒരുക്കണം. ഒരുപാട് സ്വരങ്ങൾ നമ്മൾ കേൾക്കാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുമായിട്ട് ഞാൻ സംസാരിക്കുകയാണ്. നല്ല പ്രേയർഫുൾ ആയിട്ടുള്ള ആളാണ്. എന്നാൽ ആൾക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംശയം തോന്നും, എനിക്ക് കിട്ടുന്ന മെസ്സേജുകളൊക്കെ സത്യമാണോ, അങ്ങനെയൊക്കെ ഒരു സംശയമുണ്ട്. പക്ഷേ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ഒരാളാണിത്. പ്രാർത്ഥിച്ചൊരു മെസ്സേജ് പറഞ്ഞാൽ 100% സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ആള് സംബന്ധിച്ച് ഈ ആൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചു. അപ്പോൾ എല്ലാവരും പോസിറ്റീവ് മെസ്സേജുകളാണ് പറയുന്നത്. പക്ഷെ ഈ ആളുടെ ഉള്ളിൽ ഈശോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ അപഹസിക്കപ്പെടും, നീ പരിഹസിക്കപ്പെടും. അപ്പോൾ എത്രയോ പേരോട് പ്രാർത്ഥന ചോദിച്ചു, അവരെല്ലാം ഭയങ്കര പോസിറ്റീവ്, ചുറ്റും പോസിറ്റീവാ പറയും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ പറയാണ്, നീ അപഹസിക്കപ്പെടും, നീ പരിഹസിക്കപ്പെടും, പക്ഷേ ഞാൻ നിനക്ക് ശക്തി പകരും. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കഴിഞ്ഞപ്പോ എല്ലാവരും പോസിറ്റീവ് പറഞ്ഞു. പക്ഷേ കർത്താവ് ഒരു ശക്തി കൊടുത്തു. കർത്താവ് പറഞ്ഞ മെസ്സേജ് ആയിരുന്നു കറക്റ്റ്. ഈ കാര്യം നടന്നപ്പോ ആ കാര്യത്തിൽ എന്താണോ ഈ വ്യക്തിയുടെ ഉള്ളിൽ ഈശോ പറഞ്ഞത് അത് മാത്രമേ സംഭവിച്ചു. വേറെ ആരും പറഞ്ഞത് സംഭവിച്ചില്ല. അതിന് പല കാരണങ്ങളുണ്ടാവാം.
പക്ഷേ പറഞ്ഞ ആളുകൾക്ക് കൃപയില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ അന്നൊരാളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിന്റെ ഉള്ളിൽ ഈശോ നിന്നോട് സംസാരിക്കും. നിന്റെ ഉള്ളിൽ കെടാത്തൊരു വെളിച്ചമുണ്ട്. ആ ഈശോ നിന്നോട് പറയുകയാണ്, ഇതാണ് ഡയറക്ഷൻ, ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ അപഹസിക്കപ്പെടുമെന്ന് ഈശോ പറഞ്ഞപ്പോ പിന്നീട് പ്രാർത്ഥിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈശോയെ ഈ അപഹാസത്തില്, ഈ പരിഹാസത്തില്, ഈ തകർച്ചയില് പിടിച്ചു നിൽക്കാനുള്ള ഒരു ബലം നീ എനിക്ക് തരണം. അതുമാത്രം പിന്നെ പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ നമ്മുടെ ഉള്ളിൽ നയിക്കേണ്ട വഴികൾ, പോകേണ്ട വഴി ഏതെന്ന് ഒരു ഡയറക്ഷനാണ് യേശുവാകുന്ന ലൈറ്റ് നമുക്ക് നൽകുന്നത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത സ്റ്റെപ്പിനുള്ള ലൈറ്റ് ദൈവം നമുക്ക് തരും, ഒരു ഗൈഡൻസ് കർത്താവ് നമുക്ക് നൽകുകയാണ്. അപ്പോൾ ഈ യേശുവിന്റെ ലൈറ്റ് കിട്ടുന്നത് എവിടെ നിന്നാണ്? വചനത്തിൽ നിന്ന് കിട്ടും, പേഴ്സണൽ പ്രേയറിൽ നിന്ന് കിട്ടും, കർത്താവിന്റെ സന്നിധിയിലെ കുർബാന അർപ്പണത്തിൽ കിട്ടും. അതെനിക്കൊരു വലിയ പ്രതീക്ഷയായി മാറിയാണ്. അതാണ് സങ്കീർത്തകൻ പറഞ്ഞു വെച്ചത്. 119 സങ്കീർത്തനം 105 വചനം, കർത്താവേ അങ്ങയുടെ വചനങ്ങൾ എന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ്. കർത്താവെ, എന്റെ ജീവിതത്തിന് മുൻപിൽ ചിലപ്പോൾ വലിയ കൊടുങ്കാറ്റുണ്ടാകും. ഈ കൊടുങ്കാറ്റിൽ ഒരു നാവിഗേഷൻ എനിക്ക് വഴി തരില്ല. എന്റെ മുമ്പിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ യാത്ര ചെയ്യുകയാണ്. അത് രാവിലെ ജനുവരി മാസം 1-ാം തീയതി 2:00 രാത്രിയെല്ലാം ഭയങ്കര കൊടുങ്കാറ്റായിരുന്നു. അപ്പൊ ഞാൻ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഭയങ്കര മഴ വരികയാണ്, അസാമാന്യ മഴ. ഈ മഴ കാരണം എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും, എന്റെ മുമ്പിലൊന്നും കാണാൻ പറ്റുന്നില്ല. 3 ലെയിനിൽ ഒരു ലൈൻ ഇപ്പൊ നമുക്ക് ഈ ലൈൻ അപ്പുറത്തോട്ട് ക്രോസ് ചെയ്ത് പോവോ, വണ്ടി ഇനി എങ്ങനെ അടുത്ത് മുമ്പോട്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ വരുവാണ്, കാരണം നമുക്ക് കാണാൻ പറ്റുന്നില്ല, അതുപോലെ മഴയാണ്. അപ്പൊ എന്റെ ഉള്ളിൽ ഇങ്ങനെ ഈശോ പറയാണ്, നീ എന്തിനാ ഭയപ്പെടുന്നത്, ഞാനാണ് സ്റ്റിയറിംഗ് പിടിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്കൊരു ഭയങ്കര ശാന്തത വരുവാണ്. മഴ പെട്ടെന്ന് മാറിയില്ല, പക്ഷെ ഭയപ്പെടുന്ന എന്റെ മനസ്സിനെ ഈശോ ഒന്ന് ശാന്തമാക്കുവാണ്. ഒരു 15 മിനിറ്റോളം ഈ മഴ ഇങ്ങനെ നീണ്ടു നിന്നു. അതിനുശേഷമാണ് ഞാൻ ആ മഴയെ അതിജീവിച്ച് അപ്പുറ സ്ഥലത്ത് എനിക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മുടെ ഉള്ളിൽ സംസാരിക്കുന്ന ആ കർത്താവ് എനിക്ക് തരുന്നൊരു പ്രതീക്ഷയുണ്ട്, എനിക്ക് തരുന്നൊരു സമാധാനമുണ്ട്, എനിക്ക് തരുന്ന ഡയറക്ഷൻ ഉണ്ട്. അതാണ് എൻ്റെ ഈശോയുടെ ലൈറ്റ് എന്ന് പറയും, അതാണ് എൻ്റെ ഈശോയുടെ പ്രകാശം എന്ന് പറയും, അതാണ് എൻ്റെ ഈശോയുടെ കൂടെയുള്ള എൻ്റെ ജീവിതം എന്ന് പറയും. അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കണം. ഈശോയാകുന്ന വലിയ പ്രകാശത്തിലേക്ക് എന്റെ ജീവിതത്തെ കൂട്ടിക്കൊണ്ട് വരണേ എന്ന് പ്രാർത്ഥിക്കും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വചനത്തില് നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഈശോ പറയും, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും സമാധാനമായിരിക്കുമെന്ന് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ന്റെ 33 നമുക്ക് പെട്ടെന്ന് എടുത്ത് വായിച്ചു നോക്കാം. കർത്താവിന്റെ വചനമാണ്. യോഹന്നാൻ 16-ന്റെ 33 കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. ഞെരുക്കത്തിന്റെ കാലത്ത് സമാധാനത്തോടെ യാത്ര ചെയ്യാനുള്ള കൃപ നൽകുന്ന ഒരു ഈശോയെ, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈശോ പറയാൻ, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. കർത്താവിന്റെ വചനമാണ്. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തിയാൽ മതി. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് എത്രമാത്രം ആഘോഷിച്ചാലും എന്തൊക്കെ ചെയ്താലും ഒരു വലിയ സമാധാനം ഈശോ നമ്മുടെ ഉള്ളിൽ തരും. ഈ പുതുവർഷം കൊടുങ്കാറ്റുകൾ നീങ്ങിപ്പോകുന്നോ, അല്ലെങ്കിൽ വലിയ മലകൾ നിന്റെ മുമ്പിൽ പൊടി പോലെ 1 സെക്കൻഡ് കൊണ്ട് പൊടിഞ്ഞു വീഴുമെന്നോ ഒന്നുമില്ല. നിഴൽ വീണ താഴ്വരയിലൂടെ നീ നടന്നാലും നീ ഭയപ്പെടാത്ത ഒരു ഹോപ്പ് നൽകുന്ന, ഒരു ഡയറക്ഷൻ നൽകുന്ന, ഒരു ഗൈഡൻസ് നൽകുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടത്, അങ്ങനെ ഈ ലൈറ്റ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എനിക്ക് സംഭവിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈശോയാകുന്ന പ്രകാശം എൻ്റെ ഉള്ളിലോട്ട് വന്നു കഴിയുമ്പോൾ എൻ്റെ വിശ്വാസം വർദ്ധിക്കുക. അപ്പൊ ഞാൻ ആഗ്രഹിക്കേണ്ടതെന്നാണ്, ഈശോയുടെ പ്രകാശത്തിൽ അന്ധകാരത്തിൽ എനിക്ക് നടക്കാൻ പറ്റണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ എൻ്റെ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങും, എൻ്റെ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങും. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. എൻ്റെ മുമ്പില്, അതായത് ശിഷ്യന്മാര് കടലിൽ കൂടെ യാത്ര ചെയ്യുന്നു. പെട്ടെന്ന് വലിയ കൊടുങ്കാറ്റുണ്ടായി. ഇപ്പൊ കടൽ വെള്ളം, തിരമാല എല്ലാം കൂടെ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു. പെട്ടെന്ന് യേശുവിനെ അവർ കാണുന്നു. അവർ യേശുവിനെ വഞ്ചിയിൽ കയറ്റാൻ ആഗ്രഹിച്ചു. അപ്പോൾ അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്ക് വള്ളം അടിച്ചു എന്നാ. അതാണ് ഒരു വചനഭാഗത്ത് നമ്മൾ കാണുന്നത്. ഈശോയെ വെള്ളത്തിൽ കയറ്റാൻ അവർ ആഗ്രഹിച്ചു. അപ്പോൾ അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയിലേക്ക് വള്ളം അടുത്തു. പ്രിയപ്പെട്ട, ഈശോയെ അകത്തോട്ട് പ്രവേശിപ്പിച്ചു കഴിയുമ്പോൾ, എൻ്റെ കുടുംബത്തിലോട്ട് പ്രവേശിപ്പിച്ചു കഴിയുമ്പോൾ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഈശോയ്ക്ക് മുഴുവൻ സ്ഥാനവും ഞാൻ കൊടുത്തു കഴിയുമ്പോൾ എൻ്റെ ഫെയ്ത്ത് എനിക്കത് കൂടുതൽ ഈശോ തന്നുകൊണ്ടിരിക്കും. എൻ്റെ വിശ്വാസം ആഴത്തിൽ എനിക്ക് വർദ്ധിച്ചു കിട്ടും. അപ്പോൾ എനിക്കൊരു
എനിക്കൊരു ഫുൾ പിക്ചർ കിട്ടും മുന്നോട്ട് പോകുന്ന എൻ്റെ ജീവിതം. ഇന്നലെ ആ ചെറുക്കൻ കൊച്ചനോട് പറയാണ്, സിസ്റ്റർ ഞാൻ കണ്ടു ഈശോയെ, എനിക്ക് ഈശോയിലെന്ന് ഇനി പറയാൻ പറ്റില്ല. എൻ്റെ വീട്ടുകാരെല്ലാവരും പറഞ്ഞാലും ഞങ്ങൾ ഒത്തിരി പൈസ ഉള്ളവരാണ്, ഞങ്ങൾ ഒത്തിരി ബിസിനസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാനത് പറയില്ല, കാരണം എനിക്കത് പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഞാൻ സീറോയാണ്. അപ്പോൾ ആ ഒരു ഫെയ്ത്ത് അവന്റെ ഉള്ളിൽ കിടക്കുക. ഈശോയാകുന്ന പ്രകാശം എവിടെയൊക്കെ അവന്റെ ഉള്ളിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. രണ്ടാമത്തെ ഒരു കാര്യമാണ്, ഞാൻ ഈശോയാകുന്ന പ്രകാശം എൻ്റെ ഉള്ളിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഈ പ്രകാശം എനിക്ക് ദൈവത്തെ അനുസരിക്കാൻ, ദൈവഹിതത്തിന് കീഴടങ്ങാൻ എന്നെ സഹായിക്കും. അതാണ് ഞാൻ പറഞ്ഞ വ്യക്തി പറഞ്ഞില്ലേ, എല്ലാവരും പോസിറ്റീവ് പറഞ്ഞപ്പോ ഉള്ളിൽ ഇങ്ങനെ ഈശോ പറഞ്ഞുകൊണ്ടിരുന്നു, അതല്ല കേട്ടോ, അതല്ല, ബി റെഡി ഫോർ, ഈ ഒരു സിറ്റുവേഷന് വേണ്ടി നീ റെഡി ആകുമെന്ന് ഈശോ പറഞ്ഞു. അപ്പൊ ഈശോ പറഞ്ഞില്ലേ അതല്ല എന്ന്. അപ്പോൾ എന്ത് ചെയ്താ, ഈശോയെ അനുസരിക്കാനുള്ള ഒരു കൃപയാണ് ഈശോ ആ വ്യക്തിക്ക് കൊടുക്കുക. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിന്റെ പ്രകാശത്തിൽ നടക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഫെയ്ത്ത് വർദ്ധിക്കാൻ തുടങ്ങും, എനിക്ക് ഈശോയുടെ കൃപ എനിക്ക് കിട്ടാൻ തുടങ്ങും, ഈശോയെ അനുസരിക്കാൻ എനിക്ക് പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലൊന്ന്, ഞാൻ ഈശോയുടെ സാക്ഷിയായി മാറും. ഈ ലോകത്ത് ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ ഈശോയുടെ സാക്ഷിയായിട്ട് മാറും. എൻ്റെ ജീവിതത്തിന്റെ അന്ധകാരത്തിൽ എനിക്ക് നടക്കാൻ പറ്റിയ, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, വലിയ പ്രതിസന്ധിയുടെ നടുവിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമ്പോൾ അവിടെ ചിലപ്പോൾ ഞാൻ ആഗ്രഹിച്ച അത്ഭുതവും നടന്നു കാണിയല്ല, പക്ഷേ ആ പ്രതിസന്ധിയിൽ എനിക്ക് സ്വസ്ഥതയോടെ മുന്നോട്ട് പോകാൻ പറ്റിയാൽ ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിലപ്പോൾ ആരോടും മിണ്ടാൻ പോലും തോന്നില്ല. ഞാൻ ഈ അടുത്ത ദിവസം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം, ഒരു കാര്യമില്ലാതെ ഒരു തെറ്റും ചെയ്യാതെ ഒരാളിങ്ങനെ ഒത്തിരി എന്നെ വിഷമിപ്പിച്ച് ആവശ്യമില്ലാതെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പൊ ഞാൻ ഓർക്കും, ഈ പുതുവർഷമല്ലേ കർത്താവേ, ഇവരോട് മിണ്ടണോ വേണ്ടയോ, എനിക്ക് ഭയങ്കര ഭാരമാണ്. കാരണം എനിക്ക് അവരോട് സംസാരിക്കേണ്ടെന്നൊരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. പക്ഷെ എന്നോട് ഈശോ പറയാണ്, അതല്ല, നീ അവരോട് ചെന്ന് സംസാരിക്കണം, നീ അതിനു വേണ്ടി നിന്റെ മനസ്സിനെ ഒരുക്കണം, മാക്സിമം അങ്ങ് അവോയ്ഡ് ചെയ്ത് കളയാന്നൊരു ചിന്ത മനസ്സിൽ വന്നപ്പോ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈശോ പറയാണ്, അതല്ല, നീ ചെന്ന് സംസാരിച്ചേ. ഇവിടെ ഒരു ഒത്തിരി പാടായിരുന്നു സംസാരിക്കാനായിട്ട്, പക്ഷെ ചെന്നങ്ങ് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഭയങ്കര ഫ്രീ ആയി, ഒരു ആത്മീയ കൃപ എന്നോട് വന്ന് ഇറങ്ങുന്നത് ഞാൻ കാണുക. എനിക്ക് ദൈവത്തിന്റെ ഒരു സാക്ഷിയായി മാറാൻ എനിക്ക് പറ്റിയൊരു ഫീലിംഗ് ആണ്. ഏറ്റവും വലിയ സാക്ഷി ഏതാന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചാൽ ഒത്തിരി അത്ഭുതങ്ങൾ ഈശോ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഞാൻ ചോദിക്കാൻ അപ്പുറത്ത് ദൈവം ധാരാളമായി തന്നിട്ടുണ്ട്, ഒത്തിരി ബ്ലെസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ചിലപ്പോൾ എൻ്റെ ഉള്ളോട് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്ത ചില കാര്യങ്ങൾ, ഈശോ എന്നിൽ വിജയം വരച്ച ചില സമയങ്ങളുണ്ട്. എൻ്റെ ഉള്ളിലെ എൻ്റെ ഈഗോയില് ഈശോ വിജയം വരച്ച ഒരുപാട് സമയങ്ങൾ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഉള്ളിൽ ഈശോ എന്നെക്കാൾ അധികം ഈശോ എപ്പോഴൊക്കെ വിജയം വരിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഞാൻ ഈശോയുടെ സാക്ഷിയാണ്. അപ്പോഴെല്ലാം ഞാൻ ഈശോയുടെ സാക്ഷിയായി മാറുകയാണ്. അപ്പോഴെല്ലാം ഞാൻ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലോട്ട് നടന്നു കഴിഞ്ഞു. ഈ പ്രകാശം എൻ്റെ ഉള്ളിൽ വലിയ സാക്ഷി ജീവിതത്തിലേക്ക് എന്നെ നയിക്കും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14, 15, 16 വചനങ്ങൾ നമ്മൾ പെട്ടെന്ന് എടുക്കുവാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സാക്ഷി ഒരു ലൈറ്റായി മാറാൻ പോവുകയാണ്. കർത്താവ് പറയാണ്, നീ എങ്ങനെയാണ് ലൈറ്റായിട്ട് മാറുന്നത്? 5-ാം അധ്യായം 14, 16 വചനം, നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, സാക്ഷിയാക്കി മാറ്റുക, ഒരു ലൈറ്റായിട്ട്, മറ്റൊരാൾക്കൊരു ലൈറ്റായിട്ട് നീ മാറി, മറ്റൊരാൾക്കൊരു ഡയറക്ഷനായിട്ട് നീ മാറുവാണ്. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വെക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന് മേലാണ് വയ്ക്കുക, അപ്പോൾ അതിൽ ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മറ്റുള്ളവർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായി നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഈ ഉള്ളില് ഈശോയാകുന്ന ലൈറ്റ് വന്ന് നിറയാൻ തുടങ്ങുമ്പോ ഞാൻ നിങ്ങളൊരു സാക്ഷിയായി മാറുകയാണ്. എന്റെ സാക്ഷ്യം നടക്കുകയാണ്. ലൈറ്റാകുന്ന ഈശോയെ എന്നോട് ഞാൻ സ്വീകരിച്ചു കഴിയുമ്പോൾ എന്റെ വിശ്വാസം വർദ്ധിച്ചു. എനിക്ക് ദൈവഗതത്തിന് കീഴടങ്ങാനുള്ള കൃപ ദൈവം തരും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാൻ ഈശോയുടെ സാക്ഷിയായി മാറുന്നു എന്നുള്ളത്. അതാണ് ഈ വചനം പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. മറ്റുള്ളവർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഇനി അടുത്തൊരു കാര്യമാണ്, പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇരുട്ടിലിരിക്കുമ്പോൾ ലൈറ്റാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സ്ട്രഗിളുകളില്, ഡബിൾസില്, ബുദ്ധിമുട്ടുകളില് എല്ലാ സമയത്തും ഈശോയുടെ പ്രകാശം നമുക്ക് വലിയ കംഫർട്ട് നൽകും. അതേസമയം മറ്റാളുകൾ നൽകുന്ന കുഞ്ഞു കുഞ്ഞു പ്രകാശം നമുക്കൊരു കംഫർട്ടബിൾ നൽകത്തില്ല, നമുക്കൊരു കംഫർട്ടായിട്ട് തോന്നത്തില്ല. കാരണം ഈശോയാകുന്ന പ്രകാശം അത് സ്വാർത്ഥതയില്ലാത്ത പ്രകാശവും.
അത് വലിയ ബ്ലെസ്സിങ്ങിന്റെ പ്രകാശം. ആ ഒരു പ്രകാശം എൻ്റെ ഉള്ളിലോട്ട് വന്നു കഴിയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് എൻ്റെ ഇരുട്ടിലെ ലൈറ്റാണ്. അതാണ് ഈശോയുടെ ജനനത്തെ കുറിച്ച് യോഹന്നാൻ ശ്ലീഹ 1-ാം അധ്യായം 5-ാം വചനത്തിൽ പറഞ്ഞു വെക്കുക. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ ഈശോ പറയുകയാണ്, ഈശോയെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണ്: ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇരുളിനെ പോലും അതിജീവിക്കുന്ന, സ്വാർത്ഥതയില്ലാത്ത, എന്നെ കംഫർട്ടാക്കുന്ന ഒരു വലിയ പ്രകാശം എൻ്റെ ഈശോ എൻ്റെ ഉള്ളിലോട്ട് തരികയാണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് നമുക്ക് പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ നമ്മുടെ ഹാർട്ടിൽ ഇരുളിനെ കീഴടക്കുന്ന ഒരു പ്രകാശം വന്നങ്ങ് നിറയും. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ, എൻ്റെ ഈഗോയെ എപ്പോഴൊക്കെ ഈശോ ജയിക്കുന്നോ അപ്പോഴൊക്കെ ഞാൻ വലിയ സാക്ഷിയായി മാറുകയാണ്. അപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തില് നമുക്ക് ആഗ്രഹം തോന്നുന്ന പലതിനെയും നമ്മൾ ഈശോയ്ക്ക് വേണ്ടി കീഴടക്കി കഴിയുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. എന്തുകൊണ്ടാണ് രാത്രി ആരാധനകളിൽ അടയാളങ്ങൾ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് കുരിശിന്റെ വഴികൾ മുട്ടേമേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്? നമ്മൾ നമ്മളെ തന്നെ കീഴടക്കുമ്പോൾ ഈശോ നമ്മൾ വിജയം വരിക്കുകയാണ്. നമ്മുടെ ശരീരത്തെ നമ്മൾ കീഴടക്കുമ്പോൾ ഈശോ നമ്മൾ വിജയം വരിക്കുകയാണ്. ഈശോയാകുന്ന പ്രകാശം നമ്മുടെ ഉള്ളിലോട്ട് ധാരാളമായി കടന്നു വരാൻ തുടങ്ങും. അപ്പോൾ ഈ പ്രകാശം വരുമ്പോൾ, വചനത്തിന് ചുരുൾ കഴിയുമ്പോൾ പ്രകാശം വരക്കുന്നു, വ്യക്തമായി കാണാൻ നിനക്ക് പറ്റുമെന്ന് പറയുന്ന പോലെയാണ്. ഒരു ക്ലാരിറ്റിയിലേക്ക് നമ്മൾ മാറുകയാണ്. എല്ലാവർക്കും ഉണ്ട് ഒരു കൺഫ്യൂഷൻ. എന്നാൽ നമ്മൾ ഈശോയാകുന്ന പ്രകാശത്തിന്റെ വലിയ ക്ലാരിറ്റിയിലേക്ക് ഈശോ നയിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ നമ്മൾ കർത്താവ് പറയുകയാണ്, എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു, ഇരുളിന് അതിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല എന്ന് വചനം പറയും. നമ്മൾ മറ്റൊരു വചനം കൂടി പെട്ടെന്ന് എടുക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 2-ാം വചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9:2 നമ്മളൊരു വചനം കാണും. അത് ഇത് തന്നെയാണ്. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനത വലിയൊരു പ്രകാശം കണ്ടിരുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന ഒരു വചനഭാഗമാണ്. 9-ാം അധ്യായം 2-ാം വചനം. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനത മഹത്തായ ഒരു പ്രകാശം കണ്ടു, കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ദേശം മുഴുവൻ അന്ധകാരമെന്നല്ല, അവരുടെ ജീവിതത്തിന്റെ സ്ട്രഗിളുകളാണ്, അവർ കടന്നു പോകുന്ന ഇരുളടഞ്ഞ മേഖലകളാണ്. അവിടേക്ക് ഒരു പ്രകാശമേ കടന്നു വരണുള്ളൂ. അത് ഈശോയാകുന്ന പ്രകാശവും. ഈശോയാകുന്ന പ്രകാശം കടന്നു വന്നതിനെ കുറിച്ചാണ്. അത് തന്നെയാണ് സങ്കീർത്തകൻ വീണ്ടും പറഞ്ഞു വെക്കുക. സങ്കീർത്തനം 27-ാം അധ്യായം 1-ാം വചനം, കർത്താവിന്റെ പ്രകാശവും എന്റെ രക്ഷയുമാകുന്നു. കർത്താവിന്റെ വചനമാണ്. സങ്കീർത്തനം 27-ാം അധ്യായത്തിൽ സങ്കീർത്തകൻ 1-ാം വചനത്തിൽ ഉറച്ച വിശ്വാസത്തോടെ വിളിച്ചു പറയുകയാണ്, കർത്താവിന്റെ പ്രകാശമാകുന്ന രക്ഷയും എന്റെ കോട്ടയുമാകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ആരെ ഭയപ്പെടണം, ഞാൻ ആരെ പേടിക്കണമെന്ന് സങ്കീർത്തകൻ പറയുകയാണ്. കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. ആ വലിയ പ്രകാശം നമ്മുടെ ഉള്ളിലോട്ട് വരട്ടെ പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈശോയുടെ മുമ്പിൽ ഇരുന്നിട്ട് ചോദിക്കണം, ഈശോയെ, എൻ്റെ ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളിലാണ് നിന്റെ വലിയ പ്രകാശം നിറയേണ്ടത്? എവിടെയാണ് എനിക്ക് വിശ്വാസം വർദ്ധിക്കപ്പെടേണ്ടത്? എവിടെയാണ് എനിക്ക് നിന്നെ അനുസരിക്കാൻ പറ്റേണ്ടത്? എവിടെയാണ് ഞാൻ നിനക്ക് സാക്ഷ്യം വഹിക്കാൻ? വീണ്ടും മറ്റൊരു വചനം കൂടെ നമ്മൾ കാണുകയാണ്. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 23-ാമത്തെ വചനം. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 23-ാമത്തെ വചനം. വെളിപാട് പുസ്തകത്തിന്റെ ഏറ്റവും അവസാനത്തെ വചനഭാഗത്തില് നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വചനമുണ്ട്. വചനം ഒന്നെടുത്ത് നമുക്ക് വായിക്കാം. 23-ാമത്തെ വചനം. ഇരുപത്തൊന്നിന്റെ 23 നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ വായിച്ചോ, ഇല്ലെങ്കിൽ നമുക്കത് 2 കൊറിന്തോസ് 4-ാം അധ്യായം 6-ാം വചനത്തിലൊന്ന് പോകാം. 2 കൊറിന്തോസ് 4-ാം അധ്യായം 6-ാമത്തെ വചനം. 2 കൊറിന്തോസ് 4-ാം അധ്യായം 6-ാം വചനം നമുക്കൊന്ന് എടുക്കാം. അവിടെ കർത്താവിന്റെ വലിയ പ്രകാശത്തെ കുറിച്ച് വീണ്ടും പറയുകയാണ്. ഇവിടെ കുറെ അധികം വചനങ്ങളുണ്ട്. ഈ വലിയ പ്രകാശം നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരട്ടെ. ഈ പുതുവർഷത്തില് നമുക്ക് ഈശോയുടെ ലൈറ്റിൽ നടക്കാനുള്ള കൃപ ചോദിക്കാം. ഈശോയെ, എന്തൊക്കെ അന്ധകാരങ്ങളും എന്തൊക്കെ ഇരുളുകളും എൻ്റെ ജീവിതത്തിൽ വന്നാലും നിന്റെ പ്രകാശത്തിൽ എനിക്ക് ഈ വർഷത്തിൽ നടക്കണം. നിന്റെ ഗൈഡൻസ് എനിക്ക് വേണം, നിന്റെ ഡയറക്ഷൻസ് എനിക്ക് വേണം, നീയാകുന്ന പ്രതീക്ഷ എനിക്ക് വേണമെന്ന് ഞാൻ നിന്റെ മുമ്പിൽ വിളിച്ചു പറയുകയാണ്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിന്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിന്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. പൗലോസ് ശ്ലീഹ പറയുന്ന ഒരു കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന്, അതായത് സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രകാശത്തെ സൃഷ്ടിച്ച കർത്താവ്, ആ ദൈവം തന്നെയാണ് ക്രിസ്തുവിന്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള
അറിവിന്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കർത്താവിന്റെ പ്രകാശം നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. ഈ കർത്താവിന്റെ പ്രകാശം വരുമ്പോൾ നമുക്ക് ശൂന്യതയിൽ, നമ്മുടെ ജീവിതത്തിൽ എംപ്റ്റിനെസ് ഉണ്ടാവത്തില്ല. ഈ പ്രകാശം നിറയാത്തത് കൊണ്ടാണ് നമുക്ക് വലിയ ശൂന്യത തോന്നുന്നത്, നിരാശ തോന്നുന്നു. അപ്പൊ നമ്മൾ ഈ പുതുവർഷത്തിൽ ഈശോയാകുന്ന വലിയ പ്രകാശത്തിലൂടെ നടന്ന് വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക്, ദൈവഹിതത്തിന്റെ അനുസരണത്തിലേക്ക്, കർത്താവിന്റെ സാക്ഷിയാകുന്ന വലിയ പ്രകാശമായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും, ഓരോ മക്കൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു.